ഹായ് മക്കളെ, വെൽക്കം ടു എജുപോർട്ട്. എല്ലാ മക്കൾക്കും എജുപോർട്ടിൻ്റെ ഹിസ്റ്ററി ഷുവർ ക്വസ്റ്റ്യൻ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഒരുപാട് മക്കൾ ഇങ്ങനെ മെസ്സേജ് അയക്കുന്നത്, സാറേ ഓരോ ചാപ്റ്ററിലുള്ള ഷുവർ ക്വസ്റ്റ്യൻസ് വീഡിയോസ് ഞങ്ങൾക്ക് ഇങ്ങനെ ചെയ്തു തരും, അതാവുമ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനെ സ്പൂണിൽ ഇങ്ങനെ ഒഴിച്ചു തരുന്ന പോലെ കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അടിപൊളിയായിട്ടില്ലേ. ചെറിയ കുട്ടികൾക്ക് എങ്ങനെയാണ് പാലിങ്ങനെ ഒഴിച്ചു കൊടുക്കല്ലേ, അതേപോലെ തന്നെ ഞങ്ങൾക്ക് തന്നാൽ അടിപൊളിയാവുന്നു. പക്ഷേ മക്കൾ പറഞ്ഞതല്ലേ, അതുകൊണ്ട് തന്നെ നമ്മൾ അത് ഒരിക്കലും തട്ടിക്കളയുന്നില്ല. ഒരുപാട് മക്കൾ പറഞ്ഞതുകൊണ്ട് ഇനിയിപ്പോൾ ഒരുപാട് നല്ല ഒരാൾ പോലും അങ്ങനെ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, തള്ളിക്കളയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ മക്കളെ, ഹിസ്റ്ററിയിലെ ചാപ്റ്റർ 8 നോക്കണം മക്കളെ. ചാപ്റ്ററിൻ്റെ 8 പെസൻസ് ജമീന്ദാർ ആൻഡ് ദി സ്റ്റേറ്റിലെ മുഗൾ കാലഘട്ടത്തിലുള്ള ജമീന്ദാറുകളെ പറ്റിയിട്ട് അല്ലെങ്കിൽ ജന്മിമാരെ പറ്റിയിട്ടും അവിടുത്തെ കൃഷിക്കാരെ പറ്റിയിട്ടും അതൊക്കെ പഠിക്കുന്ന ഒരു ചാപ്റ്ററാണിത്. അപ്പോൾ നമ്മൾ കൂടുതലൊന്നും സംസാരിച്ചിട്ട് അങ്ങോട്ട് നീട്ടണില്ല, കാരണം മക്കൾക്ക് ആവശ്യം എന്താ, എൻ്റെ സംസാരമല്ല വേണ്ടത്, സാറെ ചോദിക്കുന്ന ഷുവർ ക്വസ്റ്റ്യൻ അത് അങ്ങോട്ട് പറഞ്ഞു നിൽക്കുന്നത്. മുൻകാല വർഷങ്ങളിൽ ഒരുപാട് ഇങ്ങനെ ചോദിച്ച കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാൻ റെഫർ ചെയ്ത് തന്നിട്ട് മക്കൾക്ക് ലേറ്റായി വന്നാലും ലേറ്റസ്റ്റായി വരുക എന്ന ഒരു രജനീകാന്തിൻ്റെ സ്റ്റൈലോട് കൂടി മക്കൾ ആദ്യ ക്വസ്റ്റ്യൻ നമുക്ക് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, എക്സാമിൻ ദി കണ്ടീഷൻ ഓഫ് വുമൺ ഇൻ അഗ്രേറിയൻ സൊസൈറ്റി ഓഫ് മുഗൾസ്. മുഗൾ കാലഘട്ടത്തിലെ സ്ത്രീകളുടെ പങ്കാണ് ചോദിക്കുന്നത്. മുഗൾ കാലഘട്ടത്തിൽ സ്ത്രീകൾ വഹിച്ച പങ്ക് അല്ലെങ്കിൽ മുഗളന്മാരുടെ കാർഷിക സമൂഹത്തിലെ സ്ത്രീകളുടെ അവസ്ഥ പരിശോധിക്കാനാണ് പറയുന്നത്. ഒരു നല്ലൊരു മാർക്കിന് ചോദിക്കുന്നത് ഏകദേശം 4 to അതിൻ്റെ മേലേക്ക് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്, ഷുവർ ക്വസ്റ്റ്യൻ ആയിട്ട് വരാം. മുഗൾ കാലഘട്ടത്തിലെ അഗ്രേറിയൻ സൊസൈറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് കാർഷിക സമൂഹത്തിൽ കുറച്ച് സ്ത്രീകൾ ഉണ്ടായിരുന്നു, ഉയർന്നയിൽപ്പെട്ടതല്ല, ഒരു കാർഷിക സമൂഹത്തിൽപ്പെട്ടത്. അപ്പോൾ നേരെ ആൻസറിലോട്ട് പോവാം. എന്തൊക്കെയാ വെച്ചാൽ വുമൺ എങ്ങനെയായിരുന്നു മക്കളെ, ഷോൾഡർ ടു ഷോൾഡർ എന്ന് വെച്ച് മെൻ ഇൻ ഫീൽഡ്. പുരുഷന്മാരോട് കൂടി തന്നെ തോളോട് തോൾ ചേർന്ന് എന്നൊക്കെ നമ്മൾ പറയാറില്ലേ, മുഗൾ കാലഘട്ടത്തിലെ കാർഷിക സ്ത്രീകൾ എങ്ങനെയുള്ളവരായിരുന്നു, തോളോട് തോൾ ചേർന്ന് എന്ത് ചെയ്തിരുന്നു, പുരുഷന്മാരോടൊപ്പം വർക്ക് ചെയ്തിരുന്നു. അതുപോലെ തന്നെ മെൻ ടിൽറ്റ് ആൻഡ് പ്ലഫ്ഡിലെ അവർ മെൻ എന്ന് ഉദ്ദേശിക്കുന്ന ഇവിടെ ആരാണ്, പുരുഷന്മാരെന്ത് ചെയ്യുന്നുണ്ട്, കലപ്പെടുത്തിട്ട് ഉയ്ത് മറിക്കുകയോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ സ്ത്രീകൾ എന്താണ്, വിത്ത് വിതക്കുകയും അതുപോലെ തന്നെ കള പറിക്കുകയും മെതിച്ചു കൊയ്ത്ത് ഇങ്ങനെയൊക്കെയുള്ള എല്ലാ കാര്യങ്ങളും ആര് ചെയ്തിരുന്നു, സ്ത്രീകൾ ചെയ്തിരുന്നു. അതുപോലെ തന്നെ ഗ്രാമങ്ങളുടെ വളർച്ചയും വ്യക്തിഗത കർഷക കൃഷി വ്യാപനം ഉണ്ടായതോടുകൂടി ഉൽപ്പാദനത്തിൻ്റെ അടിസ്ഥാനം മുഴുവൻ ആരുടേത് മാറി, കുടുംബത്തിൻ്റെയും അധ്വാനത്തിൻ്റെ ഭാഗമായി മാറി. എന്ന് വെച്ചാൽ സ്ത്രീകളും കൂടി തോളോട് തോൾ ചേർന്നത് കൊണ്ടാണ് അവിടെ പ്രൊഡക്ഷൻ കൂടിയത്, ഉൽപ്പാദനം കൂടിയത്. അതുപോലെ തന്നെ ബയസസ് റിലേറ്റഡ് ടു വുമൻസ് ബയോളജിക്കൽ ഫംഗ്ഷൻ ഡിഡ് കണ്ടിന്യൂ. അല്ലെ, സ്ത്രീകളുടെ ജീവശാസ്ത്രപരമായ ധർമ്മങ്ങളെ സംബന്ധിച്ച മുൻവിധികൾ തുടർന്നു വന്നു. മക്കളെ, സ്ത്രീകൾക്ക് അന്നത്തെ കാലത്ത് ഇപ്പോഴും ചില ഭാഗങ്ങളിലൊക്കെ ഉണ്ട്, സ്ത്രീകൾക്ക് ബയോളജിക്കലായിട്ടുള്ളൊരു സംഭവമുണ്ട്. അത് സ്ത്രീകൾക്ക് അങ്ങനെ ഉണ്ടാവും, അത് ഉണ്ടായതുകൊണ്ടാണ് നമ്മളൊക്കെ ജീവിക്കുന്നത്. അല്ലെങ്കിൽ നമ്മളൊന്നും ഇല്ല, ജനിക്കില്ല അല്ലേ, നമ്മളിങ്ങനെ പറയുന്നത്. കാരണം സ്ത്രീകൾക്ക് ഉണ്ടാകുന്ന ഒരു സമയമാണ് മന്ത്ലി ഉണ്ടാകുന്ന സമയമില്ലേ, പീരീഡ്സ് അല്ലെങ്കിൽ ആർത്തവ കാലഘട്ടം എന്ന് പറയും. അപ്പോൾ അതും അന്നത്തെ സ്ത്രീകൾക്കും എന്തായാലും ഉണ്ടാവില്ല, അല്ലെങ്കിൽ അന്നത്തെ സ്ത്രീകൾക്ക് ഉണ്ടായിരുന്നു, ഇന്നത്തെ സ്ത്രീകൾക്കില്ല, അങ്ങനെയൊന്നുമല്ല. സ്ത്രീകളാണെങ്കിൽ എന്തായിരിക്കും, അത് ഉണ്ടായിരിക്കും. അത് ഉണ്ടാവുന്നത് നല്ലൊരു കാര്യമാണ്, ഞാൻ പറയുന്നത് നല്ലതാണത്. കാരണം അത് ഒരു സ്ത്രീകളുടെ ഒരു എന്തെന്ന് പറയാം, അത് സ്ത്രീ എന്നുള്ളതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് അതെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ആർത്തവമതികളായ സ്ത്രീകൾ എന്ത് ചെയ്യുന്നു, പശ്ചിമേന്ത്യയിൽ കലപ്പയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ സ്ത്രീകൾ എന്ത് ചെയ്തിരുന്നില്ല മക്കളെ, അവിടെ പ്ലഫിലോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളിലൊന്നും കാർഷിക ഉപകരണങ്ങളിലൊന്നും എന്ത് ചെയ്യില്ല, തൊടിയിപ്പിച്ചിരുന്നില്ല. പിന്നെ അതുപോലെ തന്നെ വെറ്റിലത്തോട്ടങ്ങളിൽ എന്ത് ചെയ്യുന്നില്ല, ബംഗാളിലാണെങ്കിലോ അവിടെ വെറ്റിലത്തോട്ടം ബംഗാളിലുണ്ടായിരുന്നു, അവിടെ പ്രവേശിക്കാനും സമ്മതിച്ചില്ല. ആരെ, ഈ അഗ്രേറിയൻ സൊസൈറ്റി മുഗൾ കാലഘട്ടത്തിലെ കാർഷിക സ്ത്രീകളെ ഇതൊന്നും ചെയ്തിരുന്നില്ല. പിന്നെ അതുപോലെ തന്നെ അവർ ചെയ്തിരുന്നതാണ് ആർട്ടിസണൽ ടാസ്ക്. എന്തൊക്കെ മക്കൾ ചെയ്തത്, കൈത്തൊലികളായ നൂൽക്കൽ, അതുപോലെ തന്നെ പാത്ര നിർമ്മാണം, കളിമണ്ണ് അരിക്കൽ. കളിമണ്ണില്ല മക്കളെ, കളിമണ്ണ് അരിച്ചുകൊണ്ടാണ് ഈ പാത്രങ്ങളൊക്കെ നിർമ്മിക്കൽ. അതുപോലെ തന്നെ അതിങ്ങനെ കുഴക്കൽ. പിന്നെ അതുപോലെ തന്നെ വസ്ത്രങ്ങളിൽ ചിത്രം തുന്നൽ. വസ്ത്രങ്ങൾ കണ്ടല്ലേ മക്കളെ, ഇപ്പോൾ ഇവിടെ കണ്ടോ എജുപോട്ട്, ഇത് പ്രിൻ്റാണെന്ന് ചോദിക്കുക. ചില വസ്ത്രങ്ങൾ കണ്ടിട്ടില്ലേ തുന്നി പിടിക്കുക. അന്നത്തെ കാലത്ത് അതൊക്കെ ആരാണ് ചെയ്തിരുന്നത്, സ്ത്രീകളാണ് ചെയ്തുകൊണ്ടിരുന്നതെന്ന് പറഞ്ഞത്. പിന്നെ സ്ത്രീകൾ പാടങ്ങളിൽ പണിയെടുക്കുക മാത്രമല്ല, എന്തായിരുന്നു, ഈ തൊഴിലിൻ്റെ ഉടമകൾ ഉണ്ടാവില്ലേ മക്കളെ, അവരുടെ വീട്ടിൽ ജോലിക്കും പോയിരുന്നു സ്ത്രീകൾ. ഒന്ന് ആലോചിച്ച് നോക്കടാ, സ്ത്രീകൾ വിത്ത് വിതച്ചിട്ടും അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ട് പിന്നെ തൊഴിലാളി ഉടമകൾ ഉണ്ടാവില്ലേ, ഈ ഉടമയുടെ വീട്ടിൽ എന്ത് ചെയ്തിരുന്നു, ജോലിക്കും പോയിരുന്നു. അതുപോലെ തന്നെ ഈ സ്വാഭാവികമായിട്ട് സ്ത്രീകൾ എങ്ങനെയുള്ള കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകുന്നവരാണ്. അതുകൊണ്ട് തന്നെ അവരെ ഒരു മുൻപതിൽ തന്നെ നിർത്തിയിരുന്നു, ഒരു മുന്നിൽ തന്നെ നിർത്തിയിരുന്നു ആരെ, സ്ത്രീകളെ. കാരണം കുഞ്ഞുങ്ങൾക്ക് എന്താണ്, ജന്മം നൽകുന്നവർ എന്ന നിലയിലും സ്ത്രീകളെ കാർഷിക സമൂഹത്തിലെ പ്രധാന സമ്പത്തായിട്ട് കണക്കാക്കിയിരുന്നു. പക്ഷേ അന്നത്തെ കാലത്ത് മക്കളെ എന്തുണ്ടായിരുന്നില്ല അവർക്ക്, എന്തുണ്ടായിരുന്നില്ല മക്കളെ, അത് കണ്ടോ, അവർക്ക് പോഷകാഹാര കുറവുണ്ടായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് എന്തുണ്ടായിരുന്നില്ല, ഈ മോർട്ടാലിറ്റി. അതുകൊണ്ട് തന്നെ മോർട്ടാലിറ്റി എന്ന് വെച്ചാൽ മരണനിരക്ക് കൂടിയിരുന്നു, പോഷകാഹാരം ഉണ്ടായിരുന്നില്ല. പിന്നെ അതുപോലെ തന്നെ
എന്താണ് അടിക്കടിയായിട്ടുള്ള ഗർഭധാരണം അവരെന്തായിരുന്നു ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും നമ്മുടെ വല്യപ്പന്മാർ അല്ലെങ്കിൽ വല്യമ്മമാരൊക്കെ അല്ലെങ്കിൽ അച്ഛനപ്പൂപ്പന്മാരുടെ കാലഘട്ടത്തിൽ ഒരുപാട് കുഞ്ഞുങ്ങളുണ്ടാവും. ഇപ്പോൾ അതേപോലെയാണ്. ഇപ്പോൾ 3 എണ്ണം മാക്സിമം അല്ലെങ്കിൽ 4 എണ്ണം മാക്സിമം 5 എണ്ണം അല്ലേ. പക്ഷെ നമ്മുടെ ഇപ്പോൾ എൻ്റെ ഉമ്മയുടെ ഉമ്മ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായാലും വല്യമ്മ അവർക്ക് എത്ര 10 മക്കൾ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു സ്വാഭാവികമായിട്ട്. അല്ലെങ്കിൽ 6 പെൺകുട്ടികൾ 3 ആൺകുട്ടികൾ അങ്ങനെ 9 ആൾക്കാരാണ്. പക്ഷെ ഇന്നത്തെ കാലത്ത് അങ്ങനെ 9 ആൾക്കാർ പ്രസവിക്കുന്നില്ല. അപ്പോൾ ഇതിൻ്റെ മുമ്പ് ഒരുപാട് കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാർ എന്തായിരുന്നു മരിച്ചു പോയിരുന്നു. പ്രസവ സമയത്ത് തന്നെ മരണം എന്നിവ മൂലം സ്ത്രീകളുടെ മരണനിരക്ക് വളരെ കൂടുതലായതിനാൽ തന്നെ അവിടെ സ്ത്രീകളെ വളരെ കുറച്ചായിരുന്നു കിട്ടിയിരുന്നത്. പിന്നെ അതുപോലെ തന്നെ അങ്ങനെ ആയപ്പോൾ സ്ത്രീധനത്തിന് പകരം എന്ത് ചെയ്യുന്നു വധുവിൻ്റെ കുടുംബത്തിന് നമ്മളവിടെ സ്ത്രീധനത്തിന് എന്താണ് ഈ വധുവിൻ്റെ കയ്യിൽ നിന്ന് പെണ്ണിൻ്റെ കയ്യിൽ നിന്നല്ല ഇങ്ങോട്ട് സ്വർണ്ണം വാങ്ങാം. അന്നത്തെ സമയത്ത് എന്തുണ്ടായിരുന്നു സ്ത്രീധനം ഒരിക്കലും പാടില്ല കേട്ടോ. ഡൗറി മക്കളെ എവിടെയെങ്കിലും അത് കണ്ടു കഴിഞ്ഞാൽ ഇത് ശിക്ഷാർഹമാണ്. അതിനെ നിങ്ങൾ എതിർക്കണം. നമ്മളാണ് വിദ്യാർത്ഥികളാണ് ഇതിൽ നിന്ന് തുടങ്ങേണ്ടത്. വിദ്യാർത്ഥികളിൽ നിന്ന് തുടങ്ങണം. അപ്പോഴേ നമ്മളാണ് അടുത്ത തലമുറ അല്ലേ. നമ്മളാണ് അടുത്ത തലമുറ. അതുകൊണ്ട് തന്നെ നമ്മളെന്തായിരിക്കും ഇത് അടിപൊളിയായിട്ട് തന്നെ പോകണം. കാരണം ഒരിക്കലും ഡൗറി പാടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അന്ന് എന്തായിരുന്നു വധുവിന് അങ്ങോട്ടായിരുന്നു കൊടുത്തിരുന്നത്. പിന്നെ അതുപോലെ തന്നെ എന്തായിരുന്നു വിവാഹമോചനം നേടിയ സ്ത്രീകളുടെയും വിധവകളുടെയും പുനർവിവാഹം നിയമാനുസൃതമായി കണക്കാക്കിയിരുന്നു. അപ്പോൾ ഇതൊക്കെ എന്താണ് സ്ത്രീകളുടെ കാര്യങ്ങളാണ്. അപ്പോൾ ഇതൊക്കെ എന്തായിരുന്നു നന്നായിട്ട് നോക്കിപ്പോണം. അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ് ഐനി അക്ബരിയുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട് മാർക്ക് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ആണ്. ഈ ക്വസ്റ്റ്യൻ ഇല്ല എങ്കിൽ ഒന്നും പറയണില്ല ഞാൻ, പക്ഷെ ഉണ്ടാവും ഇവിടെ. അത്രക്കും നിർബന്ധമുള്ള അല്ലെങ്കിൽ അത്രക്കും ഇത് വരണം. ക്വസ്റ്റ്യൻ പേപ്പർ ഇടുന്ന ആൾക്കാരോട് പറയും ഇത് വരണം. അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത്. ഐനി അക്ബരിയെ കുറിച്ച് കുറിപ്പ് തയ്യാറാക്കുക. മക്കളെ ഐനി അക്ബരിൻ്റെ എഴുതുമ്പോൾ തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഐനി അക്ബരി ആരാണ് എഴുതിയത് നോക്കണം. ആരായിരുന്നു അബുൽ ഫസലാണ് എന്തെന്ന് പറയുന്നത് ഐനി അക്ബരി എഴുതിയത്. അതാദ്യം മനസ്സിലാക്കണം കേട്ടോ. ഓക്കെ പിന്നെ എന്തായിരുന്നു അക്ബർ നാമ എന്ന പേരിലും എന്ത് ചെയ്തിട്ടുണ്ട് 3 ബുക്സ് അക്ബർ നാമ എന്നുള്ള 3 ബുക്സ് ഉണ്ട്. മക്കളെ ഈ ഐനി അക്ബരി എന്ന് പറയുന്ന ആരെ പറ്റിയുള്ള ചരിത്രമാണ് നമ്മുടെ അക്ബർ ചക്രവർത്തി അല്ലെങ്കിൽ മുഗൾ കാലഘട്ടത്തിലെ അക്ബർ ചക്രവർത്തിയെ പറ്റിയിട്ടുള്ള വീരഹിതിഹാസങ്ങളും അദ്ദേഹത്തിൻ്റെ അഡ്മിനിസ്ട്രേഷൻ കാര്യങ്ങളും ഇതൊക്കെ പുകഴ്ത്തി പറയുന്ന ഒരു ബുക്കാണ്. പുകഴ്ത്തി എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളും പറയുന്ന ഒരു ബുക്കാണ്. ഭാവിയിൽ വളർന്നു വരുന്ന ആൾക്കാർ ഈ ഐനി അക്ബരി അല്ലെങ്കിൽ അക്ബർ നാമ വായിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കണം അക്ബറിനെ പറ്റിയുള്ള ചരിത്രം മനസ്സിലാക്കണം. അങ്ങനെ അബുൽ ഫസലിനെ കൊണ്ട് അബുൽ ഫസൽ പേർഷ്യൻ ലാംഗ്വേജ് ഭയങ്കര സെറ്റായിട്ട് ചെയ്യുന്ന ആളാണ് ആര് അബുൽ ഫസൽ എന്ന് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെ കൊണ്ടാണ് ഇത് എഴുതിപ്പിച്ച കാര്യങ്ങളൊക്കെ കേട്ടോ. ഓക്കെ അതുപോലെ തന്നെ എന്തായിരുന്നു അതിലെന്തൊക്കെ പെടുന്നുണ്ട് ഇതൊക്കെ ഉണ്ടോ കോർട്ട് അഡ്മിനിസ്ട്രേഷൻ ആർമി ഇതൊക്കെ അതിൽ പെടുന്നതെന്ന് വെച്ചാൽ പട്ടാളത്തെ പറ്റി പറയുന്നുണ്ട്, കോടതിയെ പറ്റി പറയുന്നുണ്ട്. കോർട്ട് എന്ന് ഉദ്ദേശിക്കുന്നതിൽ കൊട്ടാരം അതൊക്കെയാണ് കോടതി കൊട്ടാരം. അവിടുത്തെ കൊട്ടാരം തന്നെയാണല്ലോ കോടതി. അതുപോലെ തന്നെ അപ്പോൾ കോർട്ട് തന്നെ പറയാം. പിന്നെ അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേഷൻ ഭരണകാര്യങ്ങളെ പറ്റിയിട്ടൊക്കെ ഇതിൽ ഐനി അക്ബരിൽ പറയുന്നുണ്ട്. മക്കളെ ഐനി ഈസ് മെയ്ഡ് ഓഫ് 5 ബുക്സ് 5 എന്തായിരുന്നു ദഫ്താറുകളായിട്ടാണ് ഈ ഐനി അക്ബരി വന്നിട്ടുള്ളത്. കണ്ട 5 പുസ്തകങ്ങൾ അതിനെന്താ അറിയപ്പെടുന്നുണ്ട് ദഫ്താറുകൾ എന്ന പേരിലും അറിയപ്പെടുന്നു. അപ്പോൾ ഐനി അക്ബരി നിങ്ങൾ ഷുവറായിട്ടും നിങ്ങൾ എന്ത് ചെയ്യണം കയ്യിലുള്ള നോട്ട്സ് ഉപയോഗിച്ചിട്ട് നമ്മുടെ നോട്ട്സ് ഉപയോഗിച്ചിട്ട് നിങ്ങൾ എന്തായിരിക്കണം നിങ്ങൾക്ക് ഏതാണോ ഈസി എന്തായാലും ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ എന്തായിരിക്കണം മക്കൾ നന്നായിട്ട് പഠിക്കണം. ഒക്കെ ഉണ്ടോ രണ്ടാമത്തെ പുസ്തകം സിഫ അബാദി എന്നും പിന്നെ അതുപോലെ തന്നെ ഫസ്റ്റ് ബുക്കിനെ മൻസിൽ അബാദി എന്നൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് വിളിക്കുന്നുണ്ട്. ഈ ഐനി അക്ബർ 5 ദഫ്താറുകളാണല്ലോ. അപ്പോൾ അതെന്ത് ചെയ്യണം നോക്കണം. പിന്നെ അതാ 3rd ബുക്ക് മുൽക്ക് അബാദി എന്ന പേരിലൊക്കെ ആയിരുന്നു വിളിച്ചുകൊണ്ടിരുന്നത്. ഓക്കെ പിന്നെ 4-5 പുസ്തകങ്ങൾ ഇവിടെ കോമൺ ഇട്ടോ. 4-5 പുസ്തകങ്ങൾ ജനതയുടെ മത സാഹിത്യ സാംസ്കാരിക പരിപാലനത്തിൻ്റെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തിരുന്നു അതിൽ പറഞ്ഞിരുന്നു. അങ്ങനെ 5 ദഫ്താറുകളാണ് ഈ ഐനി അക്ബരി എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ആണ് മക്കളെ. ഇത് ചെറിയൊരു മാർക്കിന് ചോദിക്കുന്ന വലിയ മാർക്കിന് ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയില്ല. 2 മാർക്കിനൊക്കെ ചോദിക്കുന്ന 2 മാർക്ക് നമുക്ക് വിലപ്പെട്ടതാണ്. ഒരു ഡിഗ്രിക്ക് സീറ്റ് അലോട്ട്മെൻറ്റ് ചോദിക്കുമ്പോൾ ചിലപ്പോൾ 1 മാർക്കിനൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടാതെ പോക്ക്. അല്ലെങ്കിൽ ഒരു വിചാരിച്ച സ്കൂൾ എന്ന് പറയുന്നത് വിചാരിച്ച കോളേജിൽ നിങ്ങൾക്ക് സീറ്റ് കിട്ടാതെ പോക്ക്. അപ്പോൾ നോക്കണം മക്കളെ പഹി കഷ്ടയും കുത് കഷ്ടയും പഹി കഷ്ടയും കുത് കഷ്ടയും മക്കളെ മനസ്സിലാക്കണം. പഹി കഷ്ടയും കുത് കഷ്ടയും തമ്മിലുള്ള ഡിഫറൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. എടാ കുത് കഷ്ട പഹി കഷ്ട എന്ന് പറഞ്ഞാൽ മുഗൾ കാലഘട്ടത്തിൽ 2 തരത്തിലുള്ള കർഷകരുണ്ടായിരുന്നു. 2 തരത്തിലുള്ള കർഷകരുണ്ടായിരുന്നു. അവരെ വിളിച്ചിരുന്ന പേരാണ് എന്തെന്ന് പറഞ്ഞത് പഹി കഷ്ട കുത് കഷ്ട. അപ്പോൾ ആരാണ് കുത് കഷ്ട എന്ന് പറഞ്ഞാൽ വേർ റെസിഡൻറ്റ് ഓഫ് ദി വില്ലേജ്. കുഡ് എന്നുള്ള വാക്കിൽ നിങ്ങൾ അങ്ങോട്ട് ആലോചിച്ച് നോക്കുക കുടുംബം കുത് കഷ്ട കുടുംബം എന്ന് വെച്ചാൽ അവർക്ക് സ്വന്തമായിട്ട് കുടുംബമുള്ളവരാണ്. അതുകൊണ്ട് തന്നെ അവരെന്തായിരുന്നു സ്വന്തം ഭൂമിയിൽ ഇങ്ങനെ കൃഷി ചെയ്തവരായിരുന്നു. ആരെന്ന് പറയുന്നത് കുത് കഷ്ട എന്ന് പറയുന്നത്. എന്നാൽ പഹി കഷ്ട എന്നറിയപ്പെട്ട കർഷകർക്ക് എന്തില്ല സ്വന്തമായി കൃഷിഭൂമിയിൽ. ഇവിടെ കുടുംബം ഉണ്ടെങ്കിലല്ലേ കുട്ടികളും മക്കളൊക്കെ സിനിമയിലൊക്കെ കേട്ടില്ലേ കുട്ടികളും മക്കളൊക്കെ ആയിട്ട് ഒരു കുടുംബമൊക്കെ ആയിട്ട് ഇങ്ങനെ ജീവിക്കണ്ടേ ഒരു വീടൊക്കെ എടുത്തെന്ന് പറയില്ലേ. അപ്പൊ കുടു കഷ്ട കുടുംബമുള്ളവർ അങ്ങനെ ആലോചിച്ചാൽ മതി. പഹി കഷ്ട എന്ന് വെച്ചാൽ നെഹി കഷ്ട അങ്ങനെ ആലോചിച്ചാൽ നെഹി എന്ത് നെഹി കുടുംബം നെഹി അങ്ങോട്ട് ആലോചിച്ചാൽ അതും കിട്ടും. അപ്പോൾ അത് രണ്ടും എന്ത് ചെയ്യണം മനസ്സിലാക്കണം. പിന്നെ മക്കൾ ഒരു 1 മാർക്കിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ഹൂ റോട്ട്
മക്കളെ ഇവിടെ ഡബ്ല്യു ഉണ്ട് കേട്ടോ. ഹു റോട്ട് ദി അക്ബർനാമ? അക്ബർനാമ രചിച്ചത് ആരാണെന്ന് ചോദിക്കുക. ആരുടേതാണ് ഈ അക്ബർനാമ? അബുൽ ഫസൽ ആണ് ആൻസർ. 1 മാർക്കിന് എപ്പോഴും ചോദിച്ചിട്ടുള്ള ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ്, റൈറ്റ് ദി ഡിഫറൻസ് ബിറ്റ്വീൻ ജമാ ആൻഡ് ഹസിൽ. ജമാ ആൻഡ് ഹസിൽ എന്നിവ തമ്മിലുള്ള വ്യത്യാസം എന്ത് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്? എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. മക്കളെ നികുതി നിർണയം, യഥാർത്ഥ പിരിവ്, ഇതാണ് ഈ ജമാ ഹസിൽ എന്ന് പറയുന്നത്. എന്തായിരുന്നു? നികുതി നിർണയം, അതുപോലെ തന്നെ യഥാർത്ഥ പിരിവ്. അപ്പോൾ നോക്കണം, ഭൂനികുതി വ്യവസ്ഥയിൽ ആദ്യഘട്ടം കർഷകർ നൽകേണ്ട എമൗണ്ട് എത്രയാണെന്ന് നിർണ്ണയിക്കലാണ്. ഇങ്ങനെ നിർണ്ണയിക്കുന്ന എമൗണ്ടിനാണ് ജമ എന്നറിയപ്പെടുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇങ്ങനെ ഈ നിശ്ചയിച്ചൊരു എമൗണ്ട് ഉണ്ടാവില്ല, അത് പിരിച്ചെടുക്കുന്നതാണ്, പിരിച്ചെടുത്ത സംഖ്യയെ വിളിക്കുന്ന പേരാണ് ഹസിൽ എന്നും. അത്ര മാത്രം മനസ്സിലാക്കി. നിർണ്ണയിക്കുന്ന സംഖ്യയെ ജമ എന്നും പിരിച്ചെടുത്ത എമൗണ്ടിന് എന്തെന്ന് പറയും? നമ്മുടെ ഹസിൽ എന്നും വിളിക്കും. ഇനി അടുത്താണ്, വാട്ട് ഡു യു മീൻ ബൈ ജിൻസി കാമിൽ? മക്കളെ 2 മാർക്കിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത്. ജിൻസി കാമിൽ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് അതൊരു വാക്കാണ്, ഒരു പദമാണ്, ജിൻസ് ഇ കാമിൽ. എന്താണ് ജിൻസ് ഇ കാമിൽ എന്ന് പറഞ്ഞാൽ? പലപ്പോഴും എന്തൊരു സമ്പൂർണ്ണ വിളകൾ അല്ലെങ്കിൽ പെർഫെക്റ്റ് ക്രോപ്സ് എന്നാണ് ജിൻസി കാമിൽ. മുഗൾ കാലഘട്ടത്തിലുള്ള ജിൻസി കാമിൽ എന്നുള്ള വാക്കിന് സമ്പൂർണ്ണ വിളകളാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മക്കളെ, നാണ്യവിളകൾ എന്ന് വെച്ചാൽ ക്യാഷ് ക്രോപ്സിനെയാണ് ഇത് നമ്മുടെ എന്ത് ചെയ്യുന്നത്? കൂടുതലും പ്രൊമോട്ട് ചെയ്യുന്നത്. ക്യാഷ് ക്രോപ്സ് എന്ന് വെച്ചാൽ പൈസ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഉദ്ദേശം. അതിന് വേണ്ടിയിട്ട് ഏതൊക്കെ? നമ്മുടെ കോട്ടൺ, കരിമ്പിൽ, കണ്ടോ, കരിമ്പ് എന്ന് പറഞ്ഞാൽ ഷുഗർ കെയിൻ, ഇതൊക്കെയായിരുന്നു നമ്മുടെ ജിൻസി കാമിൽ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സമ്പൂർണ്ണ വിളകൾ കൊണ്ട് ഉദ്ദേശിക്കുന്ന വിളകൾ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇതും എന്താണ്? ഷുവർ ക്വസ്റ്റ്യൻ ആയിട്ട് നോക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ ഇത്രയുമാണ് മക്കളെ നമ്മൾ ഈ ചാപ്റ്ററിലെ നമ്മുടെ മുഗൾസിൻ്റെ സെമീന്ദാറുകൾ ചാപ്റ്റർ 8ന്റെ ഷുവർ ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും, സാറേ ഇത് മാത്രം പഠിച്ചാൽ മതിയോ? എടാ, ഇത് മാത്രം പഠിച്ചാൽ മതിയോ എന്ന് ചോദിച്ചാൽ, നിങ്ങൾക്ക് ഫുൾ മാർക്ക് ആണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇത് മാത്രം പഠിച്ചാൽ പോരാ, നിങ്ങൾ ടെക്സ്റ്റ് കൂടി ഒന്ന് നോക്കണം. ഇത് മാത്രം തന്നെ പഠിച്ചാൽ കിട്ടും. പക്ഷെ ഞാൻ സാർ അങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലും 1 മാർക്കോ 2 മാർക്കോ ഇതെല്ലാത്തും ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ എൻ്റെ മേലിൽ കയറാൻ വരരുത്. അതുകൊണ്ട് ഞാൻ ആദ്യം തന്നെ പറയാം, എടാ 99% ഇത് തന്നെയാണ് ഒരുപാട് വർഷങ്ങൾ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ മക്കളെ, ഇതെന്ത് ചെയ്യുക? ആദ്യം ഇത് നന്നായിട്ട് പഠിക്കാം. ഇത് ഷുവർ ക്വസ്റ്റ്യൻ ആണ്. ഇത് നന്നായിട്ട് പഠിച്ചിട്ട് എന്ത് ചെയ്യാം? പിന്നെ നിങ്ങൾ എന്ത് ചെയ്യാം? ബാക്കി കാര്യങ്ങളും കൂടി സെറ്റാക്കാം കേട്ടോ. ആദ്യം ഇത് പഠിക്കാതെ വേറെ ടെക്സ്റ്റ് പഠിക്കേണ്ട. ഇത് പഠിച്ച് കഴിഞ്ഞതിന് ശേഷം ഒന്ന് ടെക്സ്റ്റൊക്കെ ഒന്ന് പഠിക്കുക, സെറ്റാവുക, ഹാപ്പിയായ ഫുൾ മാർക്ക് വാങ്ങിയിട്ട് മക്കളെ നമുക്ക് കാണണം, ഒന്നും കൂടി കാണണം. ബൈ ബൈ ബൈ.